അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം നിഷാദ് സാറാണ്. സാറേ നമസ്കാരം. ഏതാണ് ഞാൻ വിശ്വപ്രശസ്തനായ കാഥികൻ തൂത്തുക്കുടി തുളസിദാസ്. കേട്ടിട്ടില്ലല്ലോ. വ്യക്തമായിട്ട് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ് സാർ. സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാ. കാലം മാറുന്നതിനനുസരിച്ച് ഇപ്പൊ സീരീസുകളെല്ലാം ഇപ്പോ ഡാർക്ക് ഇങ്ങനെയൊക്കെ ഉള്ള പല പല സീരീസുകൾ, വയലൻസ് സീരീസ് കണ്ടു എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു തലമുറ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഒരു സാധനം പടച്ചുണ്ടാക്കി വയലൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു സാധനം പടച്ചുണ്ടാക്കി. നമ്മളെയാണല്ലോ മച്ചമ്പി. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? അത് പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഒരു സംസ്കാരത്തിന് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് അതിലേക്ക് നമ്മൾ കൂടുതൽ അട്രാക്റ്റഡ് ആവുമ്പോൾ അത് താൻ ഞങ്ങൾക്ക് കിട്ടുന്ന താങ്ങിയതാണല്ലോ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നമ്മുടെ സത്യം നഷ്ടപ്പെടുന്നു, നമ്മുടെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടുന്നു, നമ്മുടെ വ്യക്തിത്വം പോകുന്നു, നാം അല്ലാതാവുന്നു. എന്ത് കറക്റ്റ്? ഒരു കറക്റ്റും ഇല്ല. എന്ത് വലിയ കണ്ടുപിടുത്തം അയാൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ കണ്ടുപിടുത്തം ഏതെങ്കിലും ബുക്ക് സ്റ്റാളിന് അയച്ചു കൊടുത്താൽ തനിക്ക് നോബൽ സമ്മാനം കിട്ടും. ഏറ്റവും സങ്കടകരമായ കാര്യം, വയലൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഇവിടുത്തെ യുവതലമുറ കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ വ്യക്തിപരമായി എനിക്ക് വിഷമമുണ്ട്. എന്താണ് പൊട്ടിയ സൗണ്ട് കേട്ടാ? എന്താ പൊട്ടിയ? പിന്നെ അതാണ് സിനിമ എങ്കിൽ ആ സിനിമ ചെയ്തിട്ട് അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ. ഞാൻ ഏതൊരു സിനിമ ചെയ്തില്ല, അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് വെച്ചു. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എനിക്ക് അതിന് കഴിവില്ല. എനിക്ക് ഇത്രയും വയലൻസ് ഉള്ളതോ അല്ലെങ്കിൽ കഞ്ചാവിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളൊന്നും ചെയ്യാനുള്ള കഴിവില്ല. നിനക്കും അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ സാറ്, ഈ 100 കോടി ക്ലബ്ബ് ഒരു സിനിമയും കേരളത്തിൽ കയറത്തില്ല. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഇത് ഈ 100 കോടി എന്നൊക്കെ ചുമ്മാ അടിക്കുന്നതാണ്. അത് വിശ്വസിക്കാനും വേണ്ടി മാത്രം മണ്ടനല്ലടാ ഞാൻ, മണ്ടനല്ല. നീ വിശ്വസിക്കും? ഒരു മണ്ടന്മാരും വിശ്വസിക്കില്ല സാർ. എന്നാ ഞാൻ പൊക്കോട്ടെ? വേണ്ട, ഞാൻ പോവാം. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം.